ഹായ് ഡിയേഴ്സ് ട്രാവൽ ടെറ്റ്സ് ബൈ അനിവ്ലോഗ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളിപ്പം വേളാങ്കണ്ണി തീർത്ഥാടന പള്ളിയിലാണ്. ഞങ്ങളുടെ വേളാങ്കണ്ണി സന്ദർശനത്തിൻ്റെ 4ാമത്തെ ഭാഗമാണ് ഈ ഒരു വീഡിയോ കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 3 വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ആ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താവുന്നതാണ്. തീർച്ചയായിട്ടും മനോഹരമായ ഒരു തീർത്ഥാടന പള്ളിയാണ് വേളാങ്കണ്ണി. ഒരുപാട് സന്ദർശകരാണ് അല്ലെങ്കിൽ ഒരുപാട് വിശ്വാസികളാണ് ഈ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്ന് ഈ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ഞാൻ 4ാം തവണയാണ് ഇപ്പോൾ വേളാങ്കണ്ണി സന്ദർശിക്കുന്നത്. കഴിഞ്ഞ 3 തവണ സന്ദർശിച്ചപ്പോഴും ഒരുപാട് അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് 4ാമത്തെ തവണയും എന്നെ ഇവിടേക്ക് എത്തിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും വേളാങ്കണ്ണി പള്ളിയുടെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിശദമായ വീഡിയോ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്, പാർട്ട് 3 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 4 എല്ലാവരും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് വേളാങ്കണ്ണിയുടെ പുതിയ പള്ളി, മോർണിംഗ് സ്റ്റാർ ചർച്ച്. ഞങ്ങൾ 2011 അല്ലെങ്കിൽ 2015 വരുന്ന സമയത്ത് ഈ പള്ളിയുടെ കൺസ്ട്രക്ഷൻ നിർമ്മാണമൊക്കെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2022 ഈ പള്ളി വിശ്വാസികൾക്കായി തുറന്നു കൊടുത്തത്. ഈ പള്ളിയുടെ ഇപ്പോൾ സർവീസ് നടക്കുവാണ്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഇവിടെ കുർബാനയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിശ്വാസികളാണ് ഈ ഒരു പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ജാതിമത ഭേദമന്യേ ഒരുപാട് വിശ്വാസികളാണ് ഈ ഒരു വിശുദ്ധ മണ്ണിലേക്ക് കടന്നു വരുന്നത്. ഇതാണ് മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ അകത്ത കാഴ്ചകൾ. രാവിലത്തെ മലയാളം കുർബാന കഴിഞ്ഞിട്ട് ആൾക്കാർ പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മലയാളം കുർബാനയായിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് എത്തിയ ഒരുപാട് സന്ദർശകരെയും വിശ്വാസികളൊക്കെ നമുക്കിവിടെ കാണുവാൻ കഴിയും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്തും ഈ പള്ളി മെയിൻ്റെനൻസിന് വേണ്ടി അടച്ചിട്ടിരുന്നതാണ്. ഏകദേശം ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒരേ സമയം ഈ ഒരു സർവീസിൽ അല്ലെങ്കിൽ ഈ ഒരു കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്ന വലിയ ഒരു പള്ളിയാണ് മോർണിംഗ് സ്റ്റാർ പള്ളി എന്ന് പറയുന്നത്. ഇതാണ് വിശുദ്ധ മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ അൾത്താര എന്ന് പറയുന്നത്. മാതാവിൻ്റെ രൂപയും മനോഹരമായ അൾത്താരയൊക്കെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മലയാളം കുർബാന കഴിഞ്ഞ ആൾക്കാരൊക്കെ പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു കുർബാനയിൽ പങ്കെടുക്കുന്നത്. വെള്ളിയാഴ്ച തോറും നടക്കുന്ന ഒരു കുർബാനയാണ്. ഈ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാരാണ് വ്യാഴാഴ്ചകളിലൊക്കെ ഇവിടെ എത്തി ഈ വെള്ളിയാഴ്ച ഈ കുർബാനയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും മോർണിംഗ് സ്റ്റാറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ 3 പ്രാവശ്യം വന്ന സമയത്തും കൺസ്ട്രക്ഷനും മെയിൻ്റെനൻസൊക്കെ കാരണം ഈ പള്ളി അടച്ചിട്ടിരുന്നതാണ്. എന്തായാലും മനോഹരമായ മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ ഉൾഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആലിനൊരു പ്രത്യേകത ഉണ്ടെന്നാണ് ഇവിടെ വന്ന് തൊട്ടിൽ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ അറിയാം, കുറേ തൊട്ടിലുകളൊക്കെ കെട്ടുന്നുണ്ട്. ഇതൊക്കെ കെട്ടുന്നവർ കുട്ടികളില്ലാത്തവർ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ഈ ആലിൽ വന്ന് തൊട്ടിലുകൾ കെട്ടിയിടാറുണ്ട്. അങ്ങനെ കെട്ടിയിടുന്നവർക്കൊക്കെ അത് ലഭിക്കുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ കെട്ടുന്നത്. ഒരുപാട് പേർക്ക് ആ വിശ്വാസമൊക്കെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് വീണ്ടും ഈ ആൽമരത്തിലേക്ക് വിശ്വാസികളൊക്കെ വന്ന് തൊട്ടിൽ കെട്ടിയിടുന്നത്. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇത്രയും തിരക്കില്ലായിരുന്നു. ഇപ്പം ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു പള്ളിയിലേക്ക് കടന്നു വരുന്നതും ഈ ഒരു നേർച്ച സ്ഥലത്തേക്ക് കടന്നു വരുന്നതും. സമയം ഏകദേശം 10 മണിയോളമായി. അപ്പോൾ ഹോട്ടലൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങി പള്ളിയിലേക്ക് സന്ദർശിക്കുന്ന ഒരു സമയം കൂടാണിത്. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ മലയാളം സർവീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ തിരക്കും കൂടെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. നമ്മൾ മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന മനോഹരമായ യേശുവിൻ്റെ വലിയൊരു പ്രതിമയാണിത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളതാണ്. മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ നിന്ന് ഡയറക്റ്റ് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടൊരു ആക്സസ് ഉണ്ടായിരുന്നു. ഇപ്പം തൽക്കാലം അവിടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നത് കാരണം ആ ആക്സസ് അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഈ ഒരു കോമ്പൗണ്ടിൽ കൂടെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വെയിലില്ലെങ്കിലും നല്ല ഹ്യൂമിഡിറ്റിയാണ്.
ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നീ വേളാങ്കണ്ണിയുടെ മെയിനായിട്ടുള്ള പഴയ പള്ളിയിലേക്ക് പോവുകയാണ്. മോർണിംഗ് സ്റ്റാർ ഒക്കെ ഇപ്പം വന്ന പള്ളിയാണ്. ഈ വേളാങ്കണ്ണിയുടെ ആദ്യത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ആ പള്ളിയിലേക്കാണ് ഇപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇപ്പം തിരക്ക് കുറച്ച് കുറവാണ്. കാര്യം ഈ ഒരു നൊയമ്പ് സമയത്ത്, മാതാവിൻ്റെ പെരുന്നാൾ സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. പണ്ട് ഞങ്ങൾ വരുന്ന സമയത്ത് ഭിക്ഷാടനം ഭയങ്കര വലിയൊരു തോതിലായിരുന്നു. ഇപ്പം അതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സെക്യൂരിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭിക്ഷക്കാർക്കൊന്നും നമ്മുടെ ആ പള്ളി പരിസരത്തോ അല്ലെങ്കിൽ മെയിൻ സ്ഥലങ്ങളിലേക്കൊന്നും വരാൻ സാധിക്കില്ല. അവിടെ എല്ലാം അവരെ റെസ്ട്രിക്ഷൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് വേളാങ്കണ്ണിയുടെ മെയിനായിട്ടുള്ളൊരു പള്ളി. അപ്പോൾ ആ പള്ളിയിലേക്കാണ് ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് വേളാങ്കണ്ണിയുടെ പഴയ പള്ളി. ഇവിടെ 2 സ്ഥലത്ത് നമുക്ക് പ്രെയർ ചെയ്യാൻ സാധിക്കും, മുകളിലും താഴെയും. അപ്പോൾ ഇപ്പോൾ മുകളിലത്തെ ഏരിയയിൽ പ്രെയർ റൂമിൽ നമുക്ക് അലോ ചെയ്യുന്നില്ല. അതിൻ്റെ റിനോവേഷനൊക്കെ നടക്കുന്നത് കാരണം, അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നത് കാരണം താഴത്തെ ഒരു ഭാഗത്ത് മാത്രമേ സർവീസുകൾ നടക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ വേളാങ്കണ്ണി പള്ളിയുടെ പഴയ പള്ളിയുടെ താഴത്തെ പ്രെയർ റൂമിലേക്കാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വേളാങ്കണ്ണിയിലെ പഴയ പള്ളിയുടെ താഴത്തെ പ്രയർ റൂമിൻ്റെ മനോഹരമായ അൾത്താരയും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് വിശ്വാസികളാണ് ഈ സമയത്ത് ഈ ഒരു മനോഹരമായ പള്ളിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മെയിൻ പള്ളി എന്ന് പറഞ്ഞ 2 ഭാഗമായിട്ടാണ്, താഴത്തെ ഒരു ഭാഗവും മേലത്തെ ഒരു ഭാഗവും. ഈ മേലത്തെ ഒരു സർവീസ് നടക്കുന്നൊരു ഭാഗത്ത് ഇപ്പോൾ ഒരു മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, സ്കാഫോൾഡിംഗ് ഒക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്, പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. താഴെ മാത്രമേ വിശ്വാസികൾക്ക് ഇപ്പോൾ അലോ ചെയ്യുന്നുള്ളൂ. ഇപ്പം മുകളിലത്തെ ഫ്ലോറിലേക്ക് ഞങ്ങൾ പോയില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോവുകയാണ്. പള്ളിയുടെ റിനോവേഷൻ നടക്കുവാണ്. രാവിലെ 6 മണി മുതൽ 3:30 വരെ തമിഴ് മാസസ് ഷിഫ്റ്റഡ് ഇറ്റ് ലോവർ ബസിലിക്ക. അപ്പോൾ ഇവിടെ കുർബാന കാര്യങ്ങളൊന്നുമില്ല. മോർണിംഗ് സ്റ്റാറിലേക്കാണ് കുർബാനയൊക്കെ ഇപ്പോൾ അവർ വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ചാപ്പലുണ്ട്. പലതരത്തിലുള്ള നേർച്ചകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയില്ല. ഒരു പള്ളിയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇതിനകത്ത് 2-3 സർവീസുകൾ ഒരേ സമയത്ത് നടത്താനുള്ള ഒരു ഏരിയ തന്നെ ഈ പള്ളിക്കകത്തുണ്ട്. ഇതാണ് വേളാങ്കണ്ണിയുടെ പഴയ പള്ളി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, സമയം ഏകദേശം 10:45. നല്ല ചൂടുണ്ട്, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. എങ്കിൽ കൂടിയും ഒരുപാട് വിശ്വാസികളും തീർത്ഥാടകരുമാണ് ഈ ഒരു തീർത്ഥാടന അനുഗ്രഹമുള്ള പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വേളാങ്കണ്ണി സന്ദർശനമൊക്കെ ഒരുവിധം പൂർത്തിയാക്കി. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ റൂമിലേക്ക് പോകാനുള്ളൊരു പ്ലാനാണ്. അടുത്ത ആഴ്ച ഏകദേശം ഒരു 10-12 ദിവസം കഴിയുമ്പോഴത്തേക്ക് മാതാവിൻ്റെ 8 നോമ്പ് ആരംഭിക്കും, മാതാവിൻ്റെ പെരുന്നാൾ ആരംഭിക്കും. ആ സമയത്തൊന്നും ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് അടുക്കാൻ കഴിയത്തില്ല. അത്രമാത്രം തിരക്കായിരിക്കും, അത്രമാത്രം ക്രൗഡായിരിക്കും. ഒരുപാട് വിശ്വാസികളായിരിക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല. ആ മാതാവിൻ്റെ അനുഗ്രഹം തേടി മാതാവിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന വിശ്വാസികളായിരിക്കും കൂടുതൽ. ആ 8 നോമ്പിൻ്റെ ഈ പെരുന്നാൾ പ്രമാണിച്ചാണ് ഈ പള്ളിയുടെ റിനോവേഷനും പെയിൻറ്റിങ് ജോബുകളും അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികളും അതുപോലെ തന്നെ ലൈറ്റ്നിങ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡും, പള്ളിയുടെ 2 സൈഡും ഒരുപാട് വലിയ ഹോളുകൾ അവർ ക്രമീകരിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും പ്രയറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഹോളുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് നേർച്ച അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക സൗകര്യങ്ങളും ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് നേർച്ച ഐറ്റംസായ
നേർച്ചയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന മെഴുകുതിരികളും അതുപോലെ തന്നെ പൂമാലകളും വള്ളങ്ങളും തൊട്ടിലുകളും അങ്ങനെ പലതരത്തിലുള്ള നേർച്ച ഐറ്റംസ് നമുക്കവിടെ ഓരോ ഷോപ്പുകളിൽ നിന്ന് മേടിക്കാൻ പറ്റും. ഈ നേർച്ച ഐറ്റംസൊക്കെ ഇവിടെ കൊണ്ട് മാതാവിൻ്റെ സന്നിധിയിലേക്കൊക്കെ അർപ്പിക്കുന്ന ഒരുപാട് വിശ്വാസികളെ നമുക്ക് കാണുവാൻ കഴിഞ്ഞ കൊല്ലവും ഞങ്ങൾ മെഴുകുതിരി കോലുകളാണ് മേടിച്ചത്. അവിടെ മാതാവിൻ്റെ മുന്നിൽ കത്തിച്ചു. അതുപോലെ തന്നെ മറ്റു ചിലരൊക്കെ മാതാവിൻ്റെ കഴുത്തിലേക്ക് പൂമാലകൾ അണിയിക്കുന്നതായി കാണാം. എന്തായാലും അത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. ഞങ്ങളിപ്പം പള്ളിയുടെ സന്ദർശനമൊക്കെ കഴിഞ്ഞു തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. സമയം ഏകദേശം 11:23 9 മണി സമയത്താണ് ഞങ്ങളിവിടെ വന്നത്. ഏകദേശം 1.5 മണിക്കൂറോളം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നല്ല തിരക്കാണ്. അതുപോലെ തന്നെ പിന്നെ രാവിലെ നല്ല ചൂടാണ്, വെയിലില്ലെങ്കിലും നല്ല ചൂടാണ്. നമ്മൾ നടന്ന് ഈ 2-3 സ്ഥലത്ത് പള്ളിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ തളർന്നു പോകും. ഇതാണ് വേളാങ്കണ്ണിയുടെ പഴയ പള്ളി എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേലത്തെ ആ ഒരു ചാപ്പലിൽ അല്ലെങ്കിൽ ആ മേലത്തെ കുർബാന നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. താഴെ മാത്രമാണ് നമ്മൾ പോയത്. അതുപോലെ തന്നെ നമ്മുടെ നേർച്ചയായിട്ട് നടക്കുന്ന ആ മണലാരണ്യമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് ആണ് മോർണിംഗ് സ്റ്റാർ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വേളാങ്കണ്ണിയുടെ വിശേഷങ്ങൾ അടങ്ങിയ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. മനോഹരമായ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ഞങ്ങളുടെ 4ാമത്തെ തവണയാണ് വേളാങ്കണ്ണി പള്ളി വിസിറ്റ് ചെയ്യുന്നത്. ഓരോ തവണയും സന്ദർശിച്ചിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ എപ്പോഴും കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഇവിടത്തേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും വരാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹം തരട്ടെ. അപ്പം വേളാങ്കണ്ണിയുടെ വിശേഷങ്ങൾ അടങ്ങിയ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് റൂം ചെക്കൗട്ട് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ആ സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആയിരിക്കും അടുത്തൊരു ഭാഗത്തിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വീഡിയോകളും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ തീർച്ചയായിട്ടും വേളാങ്കണ്ണിയുടെ വിശേഷങ്ങൾ അടങ്ങിയ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. മനോഹരമായ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട്